ഇറാൻ പതിറ്റാണ്ടുകളായിട്ട് സുപ്രീം ലീഡർ എന്ന ഒരൊറ്റ വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഈ രാജ്യത്തിന്റെ മുഴുവൻ പവർ സ്ട്രക്ചർ. പ്രസിഡന്റ് ഉണ്ടെങ്കിലും അവസാന തീരുമാനം സുപ്രീം ലീഡറുടേതാണ്. മിലിറ്ററി, IRGC, ജുഡീഷ്യറി, ഫോറിൻ പോളിസി, ന്യൂക്ലിയർ പ്രോഗ്രാം എല്ലാത്തിന്റെയും അവസാന വാക്ക് അവിടെയാണ്. അപ്പോൾ ആ സുപ്രീം ലീഡർ ഇല്ലാതെ ആയാൽ എന്താകും സംഭവിക്കുന്നത്? 150 ദിവസങ്ങൾ, രൂപമില്ല, ശബ്ദമില്ല, എന്തിനേറെ ഒരു ഫോൺ കോൾ പോലും പുറത്തു പോയിട്ടില്ല. ഡിജിറ്റൽ ലോകത്തെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിച്ച ഒരു മനുഷ്യൻ. ഒരു സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ സാറ്റലൈറ്റ് ഫോണോ ഉപയോഗിക്കാതെ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ സർവ്വ കണ്ണുകളെയും വെട്ടിച്ച ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതെ, ലോകത്തെ ഏത് മൊബൈലും ഹാക്ക് ചെയ്യാൻ ശേഷിയുള്ള CIA-യും സർവ്വവ്യാപിയായ മൊസാദും ഇന്ന് കൈമലർത്തുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മുസ്തഫ ഖമേനി സാങ്കേതിക വിദ്യയുടെ ഒരു അടയാളവും ബാക്കി വെക്കാതെ വനവാസത്തിന് സമാനമായിട്ടുള്ള ഒളി ജീവിതത്തിലാണ്. മുസ്തഫ അയക്കുന്നു എന്ന് പറയപ്പെടുന്ന ചില കത്തുകൾ മാത്രമാണ് ആകെയുള്ള തെളിവ് എന്ന് പറയുന്നത്. സത്യത്തിൽ മുസ്തഫ ജീവനോടെയുണ്ടോ, അതോ ഇല്ലാത്ത ഒരു നിഴലിനെയാണോ ഇസ്രായേൽ ചാരന്മാർ വേട്ടയാടുന്നത്? അമേരിക്കയുടെ CIA-യും ഇസ്രായേലിന്റെ മൊസാദും ഇറാനിലെ മുക്കും മൂലയും മുസ്തഫയ്ക്കായിട്ട് അരിച്ചു പറക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാന്റെ പരമോന്നത പദവിയിലെത്തിയ മുസ്തഫ ഖമേനി ജീവനോടെ ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ? ആരാണ് ഇപ്പോൾ സത്യത്തിൽ ഇറാൻ ഭരിക്കുന്നത്? ഒപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർ അപ്ഡേറ്റ്സും പരിശോധിക്കാം. ഫെബ്രുവരി 28-ന് നടന്ന അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫ ഖമേനി പുതിയ സുപ്രീം ലീഡറായിട്ട് ചുമതലയേറ്റുവെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ, അതായത് ഏകദേശം 150 ദിവസത്തോളമായിട്ട് മുസ്തഫ ഖമേനിയെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. മുസ്തഫ ഒരു ഫോണോ ലാപ്ടോപ്പോ സാറ്റലൈറ്റ് ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നില്ല. മുസ്തഫ നൽകുന്നു എന്ന് പറയപ്പെടുന്ന സന്ദേശങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയ കത്തുകൾ മാത്രമാണ്. ഇവിടെയാണ് CIA-യും മൊസാദും കളി മാറ്റിയത്. സാധാരണ ഡിജിറ്റൽ സിഗ്നലുകളോ സാറ്റലൈറ്റുകളോ വെച്ച് ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവർ ഹ്യൂമൻ ഇന്റലിജൻസ്, മനുഷ്യചാരന്മാരെ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. മുസ്തഫയുടെ സന്ദേശങ്ങൾ കൊണ്ടുപോകുന്ന മൾട്ടി ടിയർ കൊറിയർ നെറ്റ്വർക്കിനെ തകർക്കാനാണ് അമേരിക്കൻ ഇസ്രായേൽ ഏജൻസികൾ ശ്രമിക്കുന്നത്. അതായത് ഒരു കൊറിയർ മറ്റൊരാൾക്ക് സന്ദേശം കൈമാറുന്നു, പക്ഷെ ആർക്കുള്ള സന്ദേശമാണെന്നോ ആരയച്ചതാണ് എന്നോ അവർക്ക് പോലും അറിയില്ല. ഈ ഒരു ചെയിനിലെ ഏതെങ്കിലും ഒരു കണ്ണി തകർന്നാൽ മുസ്തഫയുടെ ഒളിത്താവളം പുറത്തുവരും. ഇനി സൗദി മാധ്യമമായ അൽ ഫദദ് ഇസ്രായേലി സെക്യൂരിറ്റി സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത് മുസ്തഫ ഖമേനി ഇപ്പോൾ ഇറാനിൽ പോലും ഇല്ല എന്നാണ്. അദ്ദേഹം റഷ്യയിലേക്ക് കടന്നു എന്നും അതല്ല ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. സ്വന്തം പിതാവിന്റെ വിലാപയാത്രയിലോ പൊതുചടങ്ങുകളിലോ പോലും മുസ്തഫ പങ്കെടുത്തില്ല. എന്നാൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അവകാശപ്പെടുന്നത് താൻ പുതിയ സുപ്രീം ലീഡറുമായിട്ട് നീണ്ട കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നും ഭരണകാര്യങ്ങൾ സാധാരണ നിലയിൽ നടക്കുന്നുണ്ട് എന്നുമാണ്. പക്ഷെ ഇതിനൊന്നും ഒരു ഫോട്ടോയോ വീഡിയോയോ വോയിസ് ക്ലിപ്പോ തെളിവായിട്ട് നൽകാൻ ഇറാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെയാണ് ലോകരാഷ്ട്രങ്ങൾ വലിയൊരു ചോദ്യം ചോദിക്കുന്നത്. ഇല്ലാത്ത ഒരു നേതാവിന്റെ പേരിൽ സത്യത്തിൽ ഇറാനിൽ ഭരണം നടത്തുന്നത് ആരാണ്? റിപ്പോർട്ടുകൾ പ്രകാരം IRGC-യുടെ തലവൻ അഹമ്മദ് വാഹിദിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫുമാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മുസ്തഫ ഖമേനിയുടെ പേരിൽ പുറത്തുവരുന്ന പ്രസ്താവനകളെല്ലാം IRGC സ്വയം എഴുതി ഉണ്ടാക്കുന്നതാണ് എന്ന ആരോപണവും ശക്തമാണ്. ഇതിനിടെ തെഹ്റാനിൽ കടുത്ത ആഭ്യന്തര ഭിന്നതയും ഉടലെടുത്തിട്ടുണ്ട്. ഇറാന്റെ ഹാർഡ് ലൈനേഴ്സും മിതവാദികളും തമ്മിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. അമേരിക്കയുമായിട്ട് നയതന്ത്ര ചർച്ചകൾ നടത്താൻ ശ്രമിച്ച വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിക്ക് നേരെ ജനക്കൂട്ടം കല്ലെറിയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇനി ഏറ്റവും പുതിയ മിഡിൽ ഈസ്റ്റ് വാർ അപ്ഡേറ്റുകളിലേക്ക് വരാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചയായത് മുസ്തഫ ഖമേനിയുടെ നിലവിലെ അവസ്ഥയും ഇറാന്റെ മിസൈൽ ശേഖരവുമാണ്. ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നത് ഇറാന്റെ കൈവശം ഇനി 1500 മുതൽ 1600 വരെ ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ആക്രമണങ്ങളിൽ ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകൾ ഭൂരിഭാഗവും തകർക്കപ്പെട്ടു. അതേസമയം ഇറാന്റെ പിന്തുണയുള്ള ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന് PMF-ന് നേരെ അമേരിക്കയും സൗദി അറേബ്യയും സംയുക്തമായിട്ട് കനത്ത വ്യോമാക്രമണം നടത്തി. ജോർദനിലെ അമേരിക്കൻ ബേസിന് നേരെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഇത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗദി അറേബ്യ പരസ്യമായിട്ട് അമേരിക്കയ്ക്കൊപ്പം ഇറാൻ വിരുദ്ധ ആക്രമണത്തിൽ പങ്കാളിയാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സുപ്രീം ലീഡർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നിഴൽ നേതാവിനെ മുന്നിൽ നിർത്തിയാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. മുസ്തഫ ഖമേനി നേരിട്ട് ജനങ്ങൾക്ക് മുന്നിൽ എത്തുമോ അതോ ഈ റണ്ണ നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു ചാരൻ വിള്ളലുണ്ടാക്കി മൊസാദ് അദ്ദേഹത്തെ കണ്ടെത്തുമോ? മിഡിൽ ഈസ്റ്റ് മറ്റൊരു കൂറ്റൻ സ്ഫോടനത്തിന്റെ വക്കിലാണ് എന്ന് പറയണം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.